സ്വപ്നങ്ങൾ കാണണം, കണ്ട സ്വപ്നങ്ങൾക്ക് വേണ്ടി ശ്രമിക്കണം. APJ അബ്ദുൽ കലാം സാറ് പറഞ്ഞതുപോലെ നമ്മുടെ ഉറക്കം കെടുത്തുന്ന ചില സ്വപ്നങ്ങൾ അതായിരിക്കണം നമ്മുടെ ഭാവി നിർണ്ണയിക്കുന്നത്. സാധാരണ പറയാറില്ലേ, വയസ്സന്മാർക്ക് സ്വപ്നങ്ങളില്ലെന്ന്, പ്രായമായില്ലേ ഇപ്പോഴാണോ സ്വപ്നങ്ങളെന്നൊക്കെ പറയാറില്ലേ. വയസ്സന്മാർക്ക് സ്വപ്നങ്ങൾ ഉണ്ടാകില്ല എന്നല്ല പറയേണ്ടത്, സ്വപ്നങ്ങൾ ഇല്ലാതായപ്പോഴാണ് നിങ്ങൾ വയസ്സന്മാരായത്. ചിലപ്പോൾ ചെറുപ്പത്തിലേ അത് സംഭവിക്കാം. നല്ല യുവാവാണ്, പക്ഷേ സ്വപ്നങ്ങളൊന്നുമില്ലെങ്കിൽ വൃദ്ധനാണ്. പ്രായമേറെ ആയാലും സ്വപ്നങ്ങൾ കൂടെ ഉണ്ടെങ്കിൽ, ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നയാളാണെങ്കിൽ നിങ്ങളെന്നും ചെറുപ്പമായിരിക്കും. കാരണം ഇത് മറ്റുള്ളവരുടെ ജീവിതമല്ല, എൻ്റെ ജീവിതമാണ്. നമുക്ക് മുൻപോട്ട് പോകാം, ഒരു ജീവിതമല്ലേ ഉള്ളൂ. സ്വപ്നങ്ങൾ കാണുമ്പോൾ എന്തിനു ചെറുതാക്കണം? വലിയ സ്വപ്നങ്ങൾ തന്നെ ആയിരിക്കട്ടെ. ഒരു വലിയ സ്വപ്നത്തിലേക്ക് എത്താനുള്ള ശ്രമം തുടങ്ങുന്നിടത്ത് ഒരാൾ മാനസികമായി ഒരുങ്ങാൻ തുടങ്ങുക. അതിലേക്കെത്താൻ പല പല പുതിയ അറിവുകളും കഴിവുകളും ആർജിക്കേണ്ടതായി വന്നേക്കാം. ചിലപ്പോൾ പ്രിയപ്പെട്ടതും ഏറ്റവും സുഖകരമായിരുന്നതുമായ പലതും ഉപേക്ഷിക്കേണ്ടിയും വന്നേക്കാം. എങ്കിലും നിരാശ വേണ്ട, ആ യാത്ര നിങ്ങളെ അടിമുടി മാറ്റുക തന്നെ ചെയ്യും. വലിയ സ്വപ്നങ്ങൾക്കായി ശ്രമിക്കുന്നവരെ ചുറ്റുമുള്ള കൂട്ടം എപ്പോഴും വലിച്ചു താഴെയിടാൻ ശ്രമിക്കും. ശരിക്കും കേൾക്കാത്തതുകൊണ്ട് ചുറ്റുമുള്ളവർ കളിയാക്കുകയാണെന്ന് മനസ്സിലാവാതെ എല്ലാവരും തന്നെ പ്രോത്സാഹിപ്പിക്കുകയാണെന്ന ആവേശത്തിൽ പൊട്ടക്കിണറ്റിൽ നിന്ന് കയറി വരുന്നൊരു തവളയില്ലേ, അതുപോലെ ബദിരരാണ്. അങ്ങ് ദൂരെ അങ്ങേയറ്റത്ത് കാണുന്ന സ്വപ്നത്തിലേക്ക് മാത്രമായി നമ്മുടെ കാഴ്ച ചുരുക്കണം. വഴിയിൽ മുള്ളോ കല്ലോ മതിലോ കുഴിയോ കണ്ടാലും പിന്നോട്ട് പോവാതെ അതിനെ മറികടക്കാനുള്ള മാർഗം ചിന്തിക്കണം. മുൻപോട്ട് തന്നെ എന്നതിൽ സംശയമില്ലാതെ നോക്കണം. ഒടുവിൽ ആ വലിയ സ്വപ്നത്തിൻ്റെ അവസാന ലാപ്പിൽ നമ്മൾ പരാജയപ്പെട്ടു പോയെന്നിരിക്കട്ടെ, നിരാശപ്പെടാനൊന്നുമില്ല. ആ യാത്രകൾ കൊണ്ട് നമ്മൾ ആർജിച്ച അറിവുകളും കഴിവുകളും നേട്ടങ്ങളും ഒക്കെ ചേർത്ത് വെച്ച് നോക്കിയാൽ അതൊരു വലിയ വിജയം തന്നെയായിരിക്കും. നിങ്ങൾ തുടക്കത്തിലെ ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് വളർന്നു കഴിഞ്ഞിരിക്കും. ഒന്ന് വിശ്രമിച്ച് സാഹചര്യങ്ങളെ ഒന്നുകൂടി വിശദമായി പരിശോധിച്ച് അവസാന ലാപ്പിലെ ആ കളിയിൽ നമുക്കൊന്നുകൂടെ വീണ്ടും ഇറങ്ങാം. ഒന്നല്ല, രണ്ടല്ല, എത്ര വട്ടം തോറ്റാലും ആ ശ്രമം തുടരുക തന്നെ. ശ്രമത്തിനൊപ്പം കൃത്യമായി പറയാൻ കഴിയാത്ത ചില ഘടകങ്ങൾ ഒത്തുവരുന്ന നിമിഷത്തിൽ ആ വലിയ സ്വപ്നം ഇങ്ങനെ നമ്മുടെ കൈക്കുമ്പിളിലിരിക്കും. നേടിയെടുത്ത വലിയ സ്വപ്നം അത്ര വലിയ അസംഭ്യമായ ഒന്നായിരുന്നില്ല എന്ന് നമുക്ക് അപ്പോൾ തോന്നും. മുമ്പ് വന്യമായ ഭാവനകളിൽ പോലും സാധ്യമാവുമെന്ന് ചിന്തിക്കാൻ കഴിയാതിരുന്ന പുതിയ സ്വപ്നങ്ങൾ അപ്പോൾ നമ്മെ നോക്കി പുഞ്ചിരിക്കും. എന്നാൽ പിന്നെ തുടങ്ങുകയല്ലേ എന്ന് നമ്മൾ സ്വയം ചോദിക്കും. വളർച്ചയുടെ അടുത്ത വലിയ യാത്രയ്ക്ക് നമ്മൾ ഒരുങ്ങിക്കഴിഞ്ഞു. അതുകൊണ്ട് വലിയ സ്വപ്നങ്ങൾക്ക് പുറകെ പോകുന്നവരെ പരിഹസിക്കാതെ നമുക്കും അത് കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ വലിയ സ്വപ്നങ്ങളെ അത് യാഥാർത്ഥ്യമാക്കാനുള്ള വഴികളെ. ബഷീറിൻ്റെ ഒരു നോവലുണ്ട്, അജ്ഞാതമായ ഭാവിക്കെന്നാണ് അതിൻ്റെ പേര്. ഒരിക്കൽ ഒരപ്പനും മകനും കൂടെ പുഴക്കരയിലൂടെ നടക്കുകയായിരുന്നു. അവർ തിരിച്ചു വരുന്ന വഴിക്ക് മകൻ അപ്പനോട് പറഞ്ഞു, അപ്പ നമ്മൾ അങ്ങോട്ട് നടന്നു പോയപ്പോൾ നമ്മുടെ കാൽപ്പാടുകൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കാണുന്നില്ലല്ലോ. അപ്പം മറുപടിയായി പറഞ്ഞു, അത് നമുക്ക് ശേഷം വന്നവർ മായ്ച്ചു കളഞ്ഞിരിക്കും. അതെ, ആർക്കും മായ്ച്ചു കളയാൻ കഴിയാത്ത വിധം നമ്മുടെ കാൽപ്പാടുകൾ പതിയട്ടെ. പൂഴിമണലല്ല, ചരിത്രത്തിൽ അതങ്ങനെ കിടക്കണം, മറ്റുള്ളവർക്ക് പിൻപറ്റാൻ കഴിയുന്ന വിധത്തിൽ.